സമൂഹത്തിലെ സാധ്യതകളും ആനുകൂല്യങ്ങളും വിനിയോഗിച്ച് ജീവിതത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സാധിക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ പറഞ്ഞു. പട്ടികവർഗ മേഖലാ ക്യാമ്പിന്റെ ഭാഗമായി കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ വ്യാപാരി വ്യവസായി സമിതി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ ശ്രദ്ധിക്കണം. സ്കൂളുകളിൽ ഭക്ഷണവും പഠന സൗകര്യങ്ങളും ഉൾപ്പെടെ മികച്ച വിദ്യാഭ്യാസ സാഹചര്യം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും കൃത്യമായി കുട്ടികൾ സ്കൂളിൽ പോകുന്നെന്ന് മാതാപിതാക്കൾ ഉറപ്പാക്കണം. ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കുന്നതിന് വിദ്യാഭ്യാസം സഹായകമാകുമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ പറഞ്ഞു. നമ്മുടെ മുമ്പിൽ ഇവിടെ എത്തിയിരിക്കുന്ന ആദിവാസി ഊരുകളിൽ നിന്നും താരതമ്യേന ചെറുപ്പക്കാരാണ് എത്തിയിട്ടുള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്നു അവരെല്ലാം ഏകദേശം വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരാണ്. പക്ഷെ നമ്മുടെ മുൻ തലമുറ, ആദ്യ തലമുറ, ഒന്നാം തലമുറ, രണ്ടാം തലമുറ ഒക്കെ നിങ്ങൾക്ക് പോലും കിട്ടുന്ന സാധ്യതകൾ ഒന്നും കിട്ടാതെ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. പൊതുവായിട്ട് നോക്കുമ്പോൾ സ്ത്രീകൾക്കൊരു മുൻഗണന ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. പക്ഷെ അത് മാത്രം പോരാ. നമ്മൾക്ക് ആർട്ടിക്കിൾ 15(3) കഴിഞ്ഞ ആർട്ടിക്കിൾ 15(4) നമ്മുടെ പട്ടികവർഗ മേഖലയിലുള്ളവരെ സംരക്ഷിക്കുന്നതിന്, അവരെ ഉയർത്തുന്നതിനും ഉള്ള നിയമം കൊണ്ടുവരാമെന്നാണ് ഭരണഘടന പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭരണഘടന നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് എഴുതുമ്പോൾ നമ്മുടെ ഭരണാധികാരികൾ എത്രമാത്രം കാഴ്ചപ്പാടോടുകൂടി ആദിവാസി മേഖലയിലുള്ളവരെ, സ്ത്രീകളെ, കുട്ടികളെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള മുൻകരുതൽ എടുത്തു എന്നുള്ളത്. അപ്പോൾ ആ നിയമം ഉള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ നിയമം നമ്മൾക്ക് മനസ്സിലാകണം, നിയമം നമ്മളിലേക്ക് എത്തണം. നിയമം ആവശ്യമുള്ളപ്പോൾ നമ്മൾ നിയമം അനുസരിച്ച് നമുക്ക് നേരെ ഉണ്ടാകുന്ന നീതി നിഷേധങ്ങളെയെല്ലാം ചെറുക്കുന്നതിന് പ്രാപ്തരാകണം. കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരളി പയ്യങ്ങാനം അധ്യക്ഷത വഹിച്ചു. വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ, അഡ്വക്കേറ്റ് VR മഹിളാമണി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ശോഭനാകുമാരി, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷമീർ കുമ്പക്കോട്, വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ VK അരവിന്ദൻ, മെമ്പർമാരായ P മാധവൻ, K കുഞ്ഞിരാമൻ, അശ്വതി അജികുമാർ, KR വേണു, ശാന്ത പയ്യങ്ങാനം, വനിതാ കമ്മീഷൻ പ്രൊജക്ട് ഓഫീസർ N ദിവ്യ എന്നിവർ സംസാരിച്ചു. പട്ടികവർഗ മേഖലയിൽ സർക്കാർ നടത്തുന്ന പദ്ധതികൾ എന്ന വിഷയം ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ വീരേന്ദ്രകുമാറും, ലഹരിയുടെ വിപത്ത് എന്ന വിഷയം എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ NG രഘുനാഥനും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.